അതായത് ഈ പിന്നെ പ്രതി എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് വെയിറ്റിംഗ് റൂമിന്റെ തൊട്ട് മുന്നിൽ ബെഞ്ചിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ്. ഉറങ്ങുന്ന അയാളെ ബാഗും അതുപോലെ പേഴ്സും മൊബൈൽ ഫോണും താഴെ ചെതറിക്കിടക്കുകയാണ്. അങ്ങനെ പട്രോളിങ്ങിനുള്ള ഒരു RPF ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും, ഒരു ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അയാളെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേഴ്സും മൊബൈൽ ഫോണും എടുത്തു വെക്ക്, അല്ലെങ്കിൽ രാവിലത്തേക്ക് സാധനം കാണൂല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് എണീറ്റ് വളരെ മോശമായിട്ട് ആ RPFിലെ ഉദ്യോഗസ്ഥന്മാരോട് വഴക്കിടുകയും മൂപ്പരെ കോളറൊക്കെ കയറി പിടിച്ചു. മാത്രമല്ല കോളർ കയറി പിടിച്ചു, അയാളെ ആ ഷർട്ട് പിന്നെ യൂണിഫോമിൽ പിന്നെ കയറി പിടിച്ചു. അയാൾ യൂണിഫോമിൽ ഉണ്ടായിട്ടുള്ള പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ വീഡിയോ കവറേജ് ചെയ്യുന്ന സാധനമുണ്ട്, വീഡിയോ ക്യാമറ, അത് നശിപ്പിച്ചു. മൂപ്പരെ കൈക്ക് കടിച്ച് നല്ല മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ സംഭവം കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ട് ഇവനെ വളരെ അക്രമാസക്തനായിട്ടാണ് ആ സമയത്ത് കണ്ടത്. ഞങ്ങളെല്ലാം കൂടി ഇവനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. സ്റ്റേഷനിൽ എത്തിച്ചിട്ടും ഇവൻ ആ അക്രമ സ്വഭാവം കൈവിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ രാത്രി തന്നെ ഇവനെ ഈ കസ്റ്റഡിയിലെടുത്തു. ആ അക്രമം ഉണ്ടായ ശശിധരൻ പിന്നെ RPFിൽ പിന്നെ കോൺസ്റ്റബിൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ പരിക്കുണ്ടായി. മൂപ്പർക്ക് ഡ്രസ്സൊക്കെ പിന്നെ കൈയൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നു. ഞങ്ങൾ അന്നേരം തന്നെ ഈ ചങ്ങാതിനെയും കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടു. മെഡിക്കൽ ഓഫീസറെ കണ്ടതിന് ശേഷം അയാളെ മെഡിക്കൽ നടത്തി കസ്റ്റഡി മെമ്മോ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ചു. അതിനുശേഷം രാവിലെ ഓട് കൂടിയിട്ട് അയാളെ മൊഴിപ്രകാരം നമ്മൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തത് അയാളെ ഈ കടിച്ച് മാരകമായിട്ട് മുറിവേൽപ്പിച്ചു, അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു, പൊതുമുതലാണ് അത്, PDPP ആക്ടിലും അതുമാതിരി തന്നെ വളരെ അസഭ്യമായ രീതിയിൽ തെറി പറഞ്ഞതും ഒക്കെയുള്ള സെക്ഷൻ വെച്ചിട്ട് ഈ അയാളുടെ പേരിൽ നമ്മൾ RPFിലെ കോൺസ്റ്റബിളിൻ്റെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ 8:30 മണിക്ക് ഈ പ്രതി എന്ന് പറഞ്ഞ ആളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തി ബഹുമാനപ്പെട്ട റെയിൽവേ JFC സെക്കൻഡ് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ട് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പ്രകോപനം ഇല്ലാതെയാണ്. അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ പേഴ്സും മൊബൈൽ ഫോണും എടുത്ത് വെക്കൂ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ ഒരു പ്രകോപനം ഇല്ലാതെ ഈ പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായത്. അന്നേരം ഒരുപാട് സ്ത്രീകളുണ്ടായി, അതുപോലെ റെയിൽവേ യാത്രക്കാരൊക്കെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി ആ സമയത്ത്. അപ്പം റെയിൽവേ പിന്നെ ഉദ്യോഗസ്ഥൻ്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത്. ആ കേസ് ഇപ്പം അന്വേഷണത്തിൻ്റെ ഘട്ടമാണ്. പ്രതി ഇപ്പം റിമാൻഡിലാണ്. സ്പെഷ്യൽ സബ് ജയിലിൽ 14 ദിവസത്തേക്ക് ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്.